الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين صدق الله أيها الناس اتقوا الله അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ പാലിക്കണമെന്ന്, ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മുൻഗണനകളുടെ അട്ടിമറി എന്നത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. ചെയ്യുന്നത് ഹലാലായ കാര്യമായിരിക്കും, പക്ഷെ അത് അമിതമാവുക എന്നത് ഒരു പ്രശ്നമാണ്. ഹലാലായ കാര്യം പറയുമ്പോഴാണ് ഖുർആൻ ലാ തുസ്രിഫു, ഓവറാക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്ന സംഗതികളിൽ തന്നെ ഉണ്ടാകുന്ന ഭ്രമം ചിലപ്പോൾ നമ്മളെ വല്ലാതെ അപകടത്തിൽ ചെന്നെത്തിക്കും എന്നുള്ളത് പുതിയ കാലത്തെ അല്ലെങ്കിൽ ഏറ്റവും നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തുള്ള ലോകകപ്പ് ഫുട്ബോളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മുൻഗണനകളുടെ അട്ടിമറി. ഇവിടെ വിനോദത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ സന്തോഷത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ദീനല്ല. പ്രവാചകൻ അത്തരം ചില സംഗതികളൊക്കെ ആസ്വദിക്കുകയും ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പ്രധാന തത്വം എന്താണ് എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാകുന്നതിനോട് അള്ളാഹ്ക്ക് യാതൊരു ഇഷ്ടക്കേടും ഇല്ല എന്നുള്ളതാണ്. അത് അനുവദനീയമായിട്ടുള്ള വഴിയിലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഹറാം കലരുന്നില്ലെങ്കിൽ. ഇപ്പൊ സ്വാഭാവികമായിട്ടും കളിയായാലും കൂത്തായാലും അത് അതിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ആസ്വദിക്കുന്നതും തെറ്റല്ല. അതേസമയം അതിൻ്റെ എല്ലാത്തിനും ഉണ്ടാവും വളരെ പോസിറ്റീവായിട്ടുള്ള, ഗുണപരമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള വശങ്ങൾ. അതിനെ ഉപയോഗപ്പെടുത്തുന്നതാകട്ടെ പുണ്യമായി മാറുകയും ചെയ്യും. നമ്മളിപ്പോൾ ഈ കളിക്കളം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള എല്ലാ ഉദാഹരണങ്ങളും, തിരിച്ചും മറിച്ചുമുള്ള എല്ലാ ഉദാഹരണങ്ങളും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ മൗലികമായിട്ട് ചിന്തിക്കേണ്ടത് ഇവിടെ സൂചിപ്പിച്ചത് തന്നെ, ഒന്നും നമ്മളെ അശ്രദ്ധരാക്കാൻ പാടില്ല. അൽഹാക്കുമു തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഒരു മനുഷ്യന്റെ ദുര അല്ലെങ്കിൽ ആർത്തി അതെന്തിനോടും ആവാം. അതിപ്പോ വിനോദത്തിലുള്ള അഭിരമണം, അതിലുള്ള ഒരു ഓവറാക്കൽ, അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലാത്ത ഹലാലായിട്ടുള്ള സംഗതികളിലും ഉണ്ടാകുന്ന ചില അതിരുകവിച്ചലുകളുണ്ട്.
ഇതെല്ലാം ചേർന്നിട്ട് മനുഷ്യനെ അൽഹാഖുമുത്തക്കാസും, മനുഷ്യനെ അശ്രദ്ധനാക്കി കളയുമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ മുഅ്മിനുകളുടെ ഒരു സമൂഹത്തിന് ഈ ദുനിയാവില് വലിയ ഉത്തരവാദിത്തം. അത് പടച്ചതമ്പുരാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഈ കാറൂനോടുള്ള സംഭാഷണത്തില് ലാ തൻസ നസീബക മിന ദുനിയ എന്ന് പറയുന്നുണ്ട്. അവിടെ ദുനിയാവിനെ ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്, മറിച്ച് ദുനിയാവിൽ നിനക്കുള്ള റെസ്പോൺസിബിലിറ്റി, നസീബക മിന ദുനിയ എന്ന് പറയുമ്പോൾ നിനക്കുള്ള വിഹിതം മറക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ ആ വിഹിതം യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമാണ്. കാരണം വലിയൊരു സമ്പന്നനായിട്ടുള്ള കാറൂൻ ആ സമ്പത്തിൽ അഭിരമിച്ച് ജീവിക്കുന്നു. അപ്പോൾ ആ സമ്പത്തിനെ സംബന്ധിച്ചല്ല അവിടെ നസീബ്, വിഹിതം എന്ന് പറയുന്നത്, മറിച്ച് അത്രയൊക്കെ അയാൾക്ക് അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്തോടും ഈ സമൂഹത്തോടും ഉണ്ടാകേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം, ഈ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബാധ്യതകളും അതുപോലെ തന്നെ അമിതവൽക്കരണങ്ങളും ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ ഒന്ന് കളിക്കളത്തിലേക്ക് വരികയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ ഉദാഹരണങ്ങൾ വേണമല്ലോ. ചില സംഭവങ്ങൾ വെറുതെ ഓർമ്മിക്കാൻ, അതിന്റെ വളരെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സൈഡ്. ഈ നെഗറ്റീവായിട്ടുള്ള സൈഡ് ഉണ്ടാകുന്നത് തന്നെ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചിരുന്നു. ഈഗിൾട്ടന്റെ ലേഖനമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്തപ്പോൾ അതിലേക്ക് കടന്നുകൂടുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിലെ അങ്ങേറ്റത്തെ വംശീയത. എന്നാൽ ഇത്തരം കളിക്കളങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും ഒക്കെ സാധ്യത വളരെ അപാരമാണ്. അവിടെ രൂപപ്പെടുന്ന ഒരു ഐക്യദാർഢ്യം ചരിത്രപരമായി ഇബ്നു ഖൽദൂൻ പറഞ്ഞ അസബിയൊക്കെ തുല്യമായിട്ടുള്ള ഒരു ആശയമാണ്. അതൊരു നാഗരികതയാണ്. അപ്പൊ അന്നിലൊക്കെയുള്ള വലിയൊരു പ്രാധാന്യം അതിനുണ്ട് എന്ന് കാണണം. എന്നാൽ മറുഭാഗത്ത് കോർപ്പറേറ്റിസത്തിനും വംശീയതക്കും ഒക്കെ കീഴ്പ്പെടുന്ന ഒരു നിലപാട്, ഇത് രണ്ടും പ്രകടമാക്കുന്ന ഒരു സംഭവം 2018 റഷ്യൻ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്വിറ്റ്സർലാൻഡും സെർബിയയും തമ്മിലുള്ള മാച്ചാണ്. സെർബിയക്ക് നേരെ ഗോൾ അടിച്ചപ്പോൾ രണ്ട് കളിക്കാർ, സ്വിസ് ടീമിന്റെ രണ്ട് കളിക്കാർ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജസ്റ്റർ, ഒരു അംഗവിക്ഷേപം പുറപ്പെടുവിച്ചതായിട്ടാണ് വാർത്ത. അതിൽ സെർബിയൻ കളിക്കാർ പരാതി നൽകുകയും ഫിഫ നടപടിയെടുക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജസ്റ്റർ വംശീയമായ അധിക്ഷേപത്തിന്റെ ജസ്റ്റർ ആയിരുന്നില്ല, മറിച്ച് അവരുടെ തന്നെ സ്വത്വബോധം. സ്വിറ്റ്സർലാൻഡിന്റെ കളിക്കാരിൽ കുടിയേറ്റക്കാരായിട്ടുള്ള യൂറോപ്യൻ ടീമുകളിൽ നമ്മൾ കാണുന്ന ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു വശം അതാണ്. യൂറോപ്പിലെ ഏത് ടീമാണെങ്കിലും മിക്കവാറും 1-2 രാജ്യങ്ങൾ ഒഴിച്ചാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമൊക്കെ വംശീയമായിട്ടുള്ള ഒരു സങ്കരം കാണാം. അവിടെ കളിക്കളത്തിലെങ്കിലും എല്ലാവരും ഒരുപോലെയാകുന്നു, കറുപ്പും വെളുപ്പും തമ്മിൽ വ്യത്യാസമില്ല. അതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്, അനുഭവമാണ്. ഇത് സ്വിസ് ടീമിനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന 2 മൈഗ്രൻസ് അല്ലെങ്കിൽ റെഫ്യൂജീസ് എന്ന് വേണം പറയാൻ. അപ്പോ കുടിയേറ്റക്കാരായിട്ടുള്ള 2 കളിക്കാർ, അവർ രണ്ടുപേരും അൽബേനിയൻ വംശജരായിരുന്നു. ഒരാളുടെ പേര് ജർദാൻ ഷാച്ചീരി എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ഗ്രാനിത് ചാക്ക. അപ്പൊ ഈ 2 പേരും സെർബിയക്കെതിരെ ഗോളടിച്ചപ്പോൾ സെർബിയൻ ടീമിന് നേരെ നോക്കിയിട്ട് കൈകൊണ്ട് ഒരു ഇരട്ടത്തലയൻ പരുന്ത്, അത് അൽബേനിയക്കാരുടെ വംശീയ ചിഹ്നമാണ്, ആ ചിഹ്നം ഒന്ന് കാണിച്ചു, അത്രേ ഉള്ളൂ. സത്യത്തിൽ അതിൽ ആക്ഷേപാർഹമായിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ഇവര് ജനിച്ചതും വളർന്നതും അല്ലെങ്കിൽ ഇവരുടെ കുടുംബം വരുന്നത് കൊസോവോയിൽ നിന്നാണ്. കൊസോവോ എന്ന് പറഞ്ഞാൽ വലിയൊരു വംശഹത്യയുടെ ചരിത്രം പറയുന്ന നാടാണ്. ബാൽക്കൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് യൂഗോസ്ലാവിയയുടെ തകർച്ചയ്ക്ക് ശേഷം ഭീകരമായ വംശീയ ഹത്യകൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും ഭീകരം സെർബുകൾ നടത്തിയതാണ്. അവിടെ സെർബിയ ആൻഡ് മോണ്ടനിഗ്രോ എന്ന ഒരു രാജ്യം രൂപപ്പെടുകയും അവിടെ സ്ലാബോദൻ മിലോഷേവിച്ച് എന്ന ഒരു കടുത്ത വംശീയവാദി അധികാരത്തിൽ വരികയും ചെയ്തതോടുകൂടി വലിയ കുഴപ്പങ്ങൾ. ആദ്യം അത് നേരിട്ടത് ബോസ്നിയാക്കുകൾക്കാണ്. ബോസ്നിയാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 99% മുസ്ലിങ്ങളാണ്. അപ്പൊ അവിടെ ഭീകരമായ യുദ്ധവും കൊലപാതകവും കൂട്ടക്കൊലയും അതുപോലെ റേപ്പ് വാർ, വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ബലാത്സംഗ യുദ്ധം അതവിടെ നടന്നതായിട്ട് അധികം മുമ്പല്ലാത്തത് കൊണ്ട് തന്നെ ആ കാലത്ത് സജീവമായിട്ട് രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഇതൊരു ഭാഗത്ത് നടന്നു. അതിനുശേഷം അവർ തിരിഞ്ഞത് കൊസോവോ.
കൊസോവോയിൽ താമസിക്കുന്നതിൽ 95% അൽബേനിയരാണ്. ഈ അൽബേനിയരിൽ തന്നെ 90% മുസ്ലിങ്ങളാണ്. സെർബിയൻ ഓർത്തഡോക്സിയുടെ അവകാശവാദം കൊസോവോ എന്ന് പറഞ്ഞാൽ സെർബിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെ സാംസ്കാരിക കേന്ദ്രമാണെന്നാണ്. അത്തരം ചരിത്രപരമായ അവകാശവാദങ്ങൾക്ക് സമകാലിക ലോകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ ആളുകൾ വസിക്കുന്ന പ്രദേശം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ, ഇവർക്കെതിരെ മാരകമായ വംശഹത്യ അഴിച്ചുവിട്ടതിനെ തുടർന്ന് ഈ ആളുകൾ, അതിൽ കുറേ ആളുകൾ അഭയാർത്ഥികളായിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലും പോയിരുന്നു. അതിൽ സ്വിറ്റ്സർലാൻഡിൽ കുടിയേറിയിട്ടുള്ള കുടുംബത്തിലാണ് ഇവർ രണ്ടുപേരും ജനിക്കുന്നത്. അപ്പൊ മുറിവേറ്റവരുടെ സ്വത്വബോധമാണ് യഥാർത്ഥത്തിൽ അവരവിടെ പ്രദർശിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. പക്ഷെ സെർബിയയെ സംബന്ധിച്ചിടത്തോളം കൊസോവോയിൽ നിന്ന് വന്നിട്ടുള്ള രണ്ടുപേര് ഈ ചിഹ്നം കാണിച്ചത് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള ഒരു അംഗവിക്ഷേപമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി കൊടുത്തത്. പരാതി കൊടുത്തപ്പോൾ ഫിഫ ഈ രണ്ട് കളിക്കാർക്കുമെതിരായിട്ട് പിഴ ചുമത്തി. 10,000 സ്വിസ് ഫ്രാങ്ക് വീതം പിഴ ചുമത്തി എന്ന് മാത്രമല്ല, ടീം ക്യാപ്റ്റനെതിരായിട്ട് 5,000 ഫ്രാങ്കും പിഴ ചുമത്തി. 10,000 സ്വിസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ വരും. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സ്വിസ് ടീം ഉണ്ടല്ലോ, ആ ടീം മൊത്തമായിട്ട് കുടിയേറ്റക്കാരായ തങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അതിലെ മനോഹരമായൊരു കാഴ്ച. ഇവരെല്ലാവരും, കാരണം ഈ ആളുകൾ കാണിച്ചിട്ടുള്ള ജസ്റ്റർ എന്താണ്, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് അവർക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവര് തങ്ങളുടെ കളിക്കാരുടെ കൂടെ തന്നെ നിന്നു. അതുകൊണ്ടാണ് ക്യാപ്റ്റനെതിരായിട്ടുമൊക്കെ ഫൈൻ വന്നത്. അതേസമയം ഫിഫയുടെ നിലപാട് അത്രയൊന്നും ആശാവഹമായിരുന്നില്ല, പക്ഷപാതപരമായിരുന്നു എന്ന് തന്നെ വേണം. ഒരുപക്ഷെ നമ്മുടേത് ഏകപക്ഷീയമായ വായന ആയിരിക്കാം, എന്നിരുന്നാൽ പോലും ഒരു നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോഴിങ്ങനെ രണ്ട് ഉദാഹരണങ്ങൾ, രണ്ട് മാതൃകകളും ഈ ഒരൊറ്റ സംഭവത്തിൽ. ഇവിടെ അതും തീർന്നില്ല യഥാർത്ഥത്തിൽ, അതിനുശേഷം അതിലൊരു ടെയിൽ എൻഡും കൂടി ഉണ്ടാക്കാത്തത്. അതെന്താണെന്ന് വെച്ചാൽ സ്വിസ് ജനത, ടീം മാത്രമല്ല സ്വിറ്റ്സർലാൻഡിലെ ജനങ്ങൾ മുഴുവൻ അത് ഏറ്റെടുക്കുകയും അവരൊരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട്, ഒരുപക്ഷെ 10,000 സ്വിസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആയിരിക്കില്ല, എന്നാൽ പോലും ജനങ്ങൾ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് ആ ഫൈൻ അടക്കുകയും അതിന്റെ എത്രയോ ഇരട്ടി പിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ആ പിരിച്ചു കിട്ടിയ ബാക്കി തുക മുഴുവൻ കൊസോവോയിലെ അൽബേനിയക്കാരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിലൊരു വലിയ മാതൃകയുണ്ട്, ഒരു ഐക്യബോധത്തിന്റെ ഒരു മാതൃക. എല്ലാത്തരം മതിലുകളെയും മതിലംഘിക്കുന്ന ഒരു ഐക്യബോധത്തിന്റെ ഒരു മാതൃകയുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ശരിയും തെറ്റുമായിട്ടുള്ള, നല്ലതും ചീത്തയുമായിട്ടുള്ള ധാരാളം മാതൃകകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് മാച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തുമുള്ള ഫാൻ ടീമുകൾ, അതായത് ഇവരുടെ ഓരോ കളിക്കാരുടെയും ആരാധകര് പലപ്പോഴും ഫ്രീ പാലസ്റ്റൈൻ എന്ന മുദ്രാവാക്യം മുഴക്കുന്നതായിട്ട് നമ്മൾ കാണും. അവരൊരുമിച്ച് നിന്നിട്ട്, അതിനെതിരായിട്ടുള്ള സംഗതികളും ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും കൂടുതലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാഴ്ചകൾ കൂടുതൽ എടുക്കാം. അപ്പൊ ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വളരെ സജീവമായിട്ട് കളിക്കളത്തിൽ ഉയരുന്നു എന്നത് ചില സന്ദർഭങ്ങളിലെങ്കിലും ആളുകളിൽ അണപൊട്ടി ഒഴുകുന്ന നൈതിക വികാരത്തിന്റെ ഒരു തെളിവാണ് എന്ന് വേണം നമ്മൾ കാണാൻ. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, അതേസമയം തന്നെ ഇതിന്റെ ഒരു മറുപുറത്തെ സംബന്ധിച്ച് ചിന്തിക്കണം. ഇതിന്റെ ഒരു മറുപുറം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ ഈഗിൾട്ടന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നോബഡി സീരിയസ് അബൌട്ട് പൊളിറ്റിക്കൽ ചേഞ്ച് ക്യാൻ ഷിർക്ക് ദ ഫാക്ട് ദാറ്റ് ദ ഗെയിം ഹാസ് ടു ബി എബോളിഷ്ഡ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്ന ഏതൊരാളും ഈ കളി നിരോധിക്കണമെന്നേ പറയുന്നതാണ്. അത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു അമിത പ്രയോഗം നടത്തിയാണ്, ഒരു സറ്റൈറിക് ലേഖനമായതുകൊണ്ട് ഒരല്പം അതിശയോക്തി പ്രയോഗിച്ചാണ്. അദ്ദേഹത്തിന് നിരോധിക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അതങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ വളരെ മൗലികമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുകയാണെങ്കിൽ. ഇദ്ദേഹത്തിന്റെ ഈ ലേഖനം എഴുതുന്നതിന് വേറൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്, ഒരല്പം പൊളിറ്റിക്കലാണ്. അതായത് 2010 ഡേവിഡ് കാമറൂണിന്റെ നേതൃത്വത്തിൽ കൺസർവേറ്റീവ് കക്ഷി ബ്രിട്ടനിൽ അധികാരം പിടിച്ചെടുക്കുക. 13 കൊല്ലം ലേബർ പാർട്ടി ഭരിച്ചിരുന്നിടത്ത് നിന്ന് ഇവർ അധികാരം പിടിച്ചെടുക്കുക. ഇത് കുറച്ചൊക്കെ അല്പസ്വല്പം ഇടതുപക്ഷ ചായ്വ് കാണിക്കുന്നവരെന്ന നിലക്ക് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അധികാരം ലോകാടിസ്ഥാനത്തിൽ വലിയൊരു വാർത്തയായിരുന്നു. മാത്രമല്ല, ആ കാലത്ത് ടോറികൾ അധികാരത്തിൽ വന്നിട്ട് കൊണ്ടുവന്ന നയങ്ങൾ മുഴുവനും ആ സ്വഭാവത്തിലുള്ളതായിരുന്നു എന്ന് കാണാം. അതേ കൊല്ലം തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിലെ വേൾഡ് കപ്പും തുടങ്ങുന്നത്. ഈ വേൾഡ് കപ്പിന്റെ ഭ്രമത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ മുങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നോക്കൂ,
കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇറാനിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാരും അറിയ പോലുമില്ല. ഇറാനിൽ ആക്രമണം ഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരാറുണ്ടാക്കുന്നു, കരാർ ലംഘിക്കുന്നു, ആക്രമിക്കുന്നു. വളരെ ഏകപക്ഷീയവും അനൈതികവുമായിട്ടുള്ള ആക്രമണം. നമ്മളിത് അറിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മുടെ ബോധം വളരെ പ്രധാനമാണ്. നമ്മുടെ ചിന്തക്ക് വലിയ വിലയുണ്ടെന്നേ. നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾക്ക്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക്, അതിനൊക്കെ ജീവനുണ്ട്. ഇത് മനസ്സിലാക്കണം. പറയുന്ന വാക്കുകൾക്കും എഴുതുന്ന ചിന്തകൾക്കുമൊക്കെ. ഫൈസ് അഹമ്മദ് ഫൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ, പാടിയിട്ടുണ്ടല്ലോ, ജയിലിനകത്താണെങ്കിലും സംസാരിക്കണം, കാരണം നിന്റെ നാക്ക് നിന്റേതാണ്. നിന്റെ നാക്ക് നിന്റേതാണ്, നിന്റെ സ്വന്തമാണ്. അതുകൊണ്ട് നീ സംസാരിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. നിന്റെ ശബ്ദം ജയിലഴികളിൽ തട്ടി പ്രതിധ്വനിക്കും, അതവിടെ നിലനിൽക്കും. നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങല കണ്ണികൾ നിന്റെ ശബ്ദം ഏറ്റെടുക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഈ നാസി പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു കഥ ഉണ്ട്, റബിഷ് വിൻഡ് എന്നൊരു കഥ. ആ കഥ പ്ലാറ്റനോവ് എന്ന റഷ്യൻ സാഹിത്യകാരൻ എഴുതിയതാണ്. അതില് ആൽഫ്രഡ് ലിച്ചൻബർഗ് എന്ന കഥാപാത്രം, ഈ കഥാപാത്രത്തെ നാസികള് തല്ലി ഒതുക്കി ജനനേന്ദ്രിയം വരെ ഞെരിച്ചുടച്ചിട്ട് ഒരു കുപ്പത്തൊട്ടി കൊണ്ടിട്ടതാണ്. മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടിട്ടത്. പക്ഷെ അവിടെ വെച്ച് അയാൾ നടത്തുന്ന ആത്മകഥ, മോണോലോഗ്, അയാൾ പറയാണ്, എന്റെ ജനനേന്ദ്രിയം വരെ അവർ ഉടച്ചു കളഞ്ഞു, സാരമില്ല, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ നിന്റെ പടയാളികൾ, അല്ലയോ ഹിറ്റ്ലർ, നിന്റെ പടയാളികൾ ബുദ്ധിശൂന്യരാണ്. കാരണം എന്റെ നാക്കവർ പിഴുതെടുത്തില്ല. എനിക്ക് നാക്കുള്ളിടത്തോളം കാലം ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എനിക്ക് നാക്കുള്ളിടത്തോളം കാലം ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇത് നിന്നെ അലോസരപ്പെടുത്തുകയും ചെയ്യും, ആരും കേട്ടിട്ടില്ലെങ്കിലും ശരി. ഇനി അഥവാ അവരെന്റെ നാക്കും മുറിച്ചെടുത്തിരുന്നെങ്കിലോ, ഞാൻ നിനക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങും. ചിന്ത വലിയ കാര്യമാണ്. ഐ തിങ്ക് therefore I am. അല്ലയോ മഹാനായ ഹിറ്റ്ലർ, അങ്ങ് ദെക്കാർത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദെക്കാർത്ത് പറഞ്ഞ വർത്തമാനമാണ്. എന്റെ എക്സിസ്റ്റൻസിന്റെ അടയാളം എന്താണ്? എന്റെ ചിന്തയാണ്. ഐ തിങ്ക് therefore I am. അപ്പൊ ഞാൻ ചിന്തിക്കും. ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഉണ്ട് എന്നാണ്. ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഇല്ല എന്നാണ്. എമ്മാതിരി സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഇല്ല എന്നാണ്. അപ്പോൾ ഇതുപോലെ മൗലികമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ചിന്ത, വാക്കുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ എല്ലാം പ്രധാനമാണ്. പക്ഷെ അത് ശരിയായ രീതിയിലായിരിക്കണമെന്നേ ഉള്ളൂ. അവ നമ്മള് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വിസ്മൃതരായി പോകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന വർത്തമാനവും. ലഹുവുൽ ഹദീസ്, വ്യർത്ഥ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്ന ചിലരുണ്ട്. ഇത് വെച്ചിട്ട് പാട്ട് പാടാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റൊന്നും പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് അങ്ങനെ ചിന്തിക്കാം, കുഴപ്പമൊന്നുമില്ല. ബേസ് ഖുർആനാണെങ്കിൽ കർമ്മശാസ്ത്രപരവും വ്യാഖ്യാനപരവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. അതേസമയം തന്നെ വലിയ വലിയ ആവിഷ്കാരങ്ങൾ, വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ സോഷ്യലിസ്റ്റ് ആയത് ചാൾസ് ഡിക്കൻസിന്റെ നോവൽ വായിച്ചിട്ടാണെന്ന് ഒരിക്കൽ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോഷ്യലിസ്റ്റ് ആയത് ചാൾസ് ഡിക്കൻസിന്റെ ലിറ്റിൽ ഡോറിറ്റ് എന്നൊരു നോവലാണ്. ആ നോവൽ വായിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രയും ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആവിഷ്കാരങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ എന്തുമാവാം. ഖുർആൻ പറയുന്നത് ലഹുവുൽ ഹദീസിനെ വിലക്ക് വാങ്ങുന്ന ചിലര് ലിയുദില്ല അൻ സബീലില്ല ബിഗൈരി ഇൽമ, ഒരു വിവരവുമില്ലാതെ. അതാണ് അവരുടെ പ്രശ്നം. ലഹുവുൽ ഹദീസ് വിലക്ക് വാങ്ങുന്നത് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെയാണ്. ബിഗൈരി ഇൽമ. ഖുർആൻ അങ്ങനെ വെറുതെ പറയല്ല. ഇപ്പൊ കവികൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ കവികളെ മൊത്തം പറയുന്നതല്ലത്. ഏത് ടൈപ്പിലുള്ള കവികളാണ് എന്ന് ഖുർആൻ സൂറത്ത് ശൂറയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള കവികളാണ്, അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ലഹുവുൽ ഹദീസ് വാങ്ങുന്നത് ബിഗൈരി ഇൽമ്, യാതൊരു തരത്തിലുള്ള ബോധവും പൊക്കണമൊന്നുമില്ലാതെ, കഥയും ബോധവും ഇല്ലാതെ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ വാങ്ങുന്നവർ എന്നിട്ട് എന്താ ചെയ്യുന്നില്ല, യുദില്ല അൻ സബീലില്ല, അവരെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ച തമ്പുരാൻ തന്നെ പറയുന്നുണ്ടല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളെ മർദ്ദിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പൊരുതുന്നതിൽ നിന്ന് തടയുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ വൽ മുസ്തളീഫീന മിനർ റിജാലി വന്നിസായി വൽ വിൽദാൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാതിരിക്കാൻ, സമരം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ന്യായം എന്താണ്? ആ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം എന്ന് പറഞ്ഞാൽ എന്താ? അത് മുസ്തളീഫീന മിനർ റിജാലി വന്നിസായി വൽ വിൽദാൻ, പുരുഷന്മാരിലും സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലും പെട്ട അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരമാണ്. അവർക്ക് വേണ്ടി മുഴങ്ങണം ശബ്ദം, അവർക്ക് വേണ്ടി മുഴങ്ങണം ശബ്ദം.
ഇതാണല്ലോ വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നതിൽ നിന്ന് മനുഷ്യരെ തടയുന്ന സ്വഭാവത്തിൽ, സത്യം പറഞ്ഞാൽ വിനോദ വ്യവസായത്തിന് അങ്ങനെ ഒരു വശമുണ്ട്. സ്പോർട്സ് വാഷിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം തന്നെ ഉണ്ട്. സ്പോർട്സ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കോർപ്പറേറ്റുകളുടെയും അധികാരങ്ങളുടെയും ഒക്കെ ഒരു ടൂളാണ്. നമ്മൾ അധികാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ ഇതെല്ലാം വിശദീകരിക്കുന്നത്. ദുരധികാരങ്ങളുടെ ഒരു ടൂളാണ്. മനുഷ്യരെ വഴിതെറ്റിച്ച് കളയാൻ, മനുഷ്യരെ അശ്രദ്ധനാക്കുക എന്നുള്ളതാണ്. ഇത്തരം വിനോദങ്ങൾ കൊടുത്തിട്ട് അശ്രദ്ധനാക്കുക. അതോടൊപ്പം തന്നെ ഇതിലെ വംശീയതയെ സംബന്ധിച്ചു പറഞ്ഞു. എത്ര തന്നെ ഐക്യദാർഢ്യം എന്ന് കളിക്കളത്തിൽ പറഞ്ഞാലും ആളുകൾക്കുള്ളിൽ വംശീയമായിട്ടുള്ള ചിന്ത ഉണ്ടെങ്കിലോ, ബെൽജിയത്തിന്റെ ഒരു ഫുട്ബോൾ ഒരു വളരെ അറിയപ്പെടുന്ന ഒരു സ്ട്രൈക്കറാണ് റോമെലു ലുക്കാക്കു. ഇദ്ദേഹം ഒരു കോങ്കോളിസ് വംശജനാണ്. കോങ്കോയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഇദ്ദേഹം ബെൽജിയത്തിലേക്ക് കുടിയേറിയതാണ്. കുടിയേറിയ അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ കുടുംബമാണ്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ബെൽജിയം ചക്രവർത്തി കോങ്കോയിൽ നടത്തിയിട്ടുള്ള വംശഹത്യയെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് അവർ ബെൽജിയത്തിലേക്ക് തന്നെ കുടിയേറുന്നത്. ഈ ലുക്കാക്കു ഒരു പത്രത്തിന് നൽകിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. വലിയ ലേഖനമാണ്, വളരെ മനോഹരമായ ജീവിതാനുഭവങ്ങളെ സംബന്ധിച്ച് ഉള്ളൊരു ലേഖനമാണ്, ഹൃദയസ്പൃക്കായ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നല്ലത് സംഭവിച്ചാൽ ഞാൻ ബെൽജിയം സ്ട്രൈക്കറാണ്, അതേസമയം പാളിപ്പോയാൽ ഞാൻ കോങ്കോയിൽ നിന്ന് വന്ന ബെൽജിയം കളിക്കാരനാണ്. ഈ ഒരു നിലപാടിന്റെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. പൊളിറ്റിക്കലി രണ്ട് പ്രയോഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നല്ലത് സംഭവിച്ചാൽ ഞാൻ ബെൽജിയം സ്ട്രൈക്കറാണ്, അതേസമയം പാളിപ്പോയാലുണ്ടല്ലോ ഞാൻ കോങ്കോ വംശജനായ അല്ലെങ്കിൽ കോങ്കോയിൽ നിന്ന് വന്ന ബെൽജിയം കളിക്കാരനാണ്. ഈ ഒരു മൈൻഡ് തന്നെ. ഇപ്പൊ വെനിസിയൂസ് എന്ന് പറഞ്ഞിട്ട് ബ്രസീലിയൻ കളിക്കാരനുണ്ട്. ഇദ്ദേഹം യൂറോപ്യൻ സ്റ്റേഡിയത്തിൽ നേരിട്ടിട്ടുള്ള വിവേചനത്തിന് കണക്കില്ല. അദ്ദേഹം ചെല്ലുമ്പോൾ ഈ മങ്കി ചാൻഡ് എന്ന് പറയും, ഈ കൊരങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ ചാൻഡുകൾ ഇങ്ങനെ ചില ഈ വെള്ളവെറിയന്മാര് പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അതൊരുപാട് സഹിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം കറുത്തിട്ടാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ആഫ്രോഫോബിയ അല്ലെങ്കിൽ ആന്റി ബ്ലാക്ക് സെന്റിമെന്റ്, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ ഇസ്ലാമോഫോബിയ, ഇത്തരം ഒരുപാട് സംഗതികൾ കളിക്കളത്തിലുണ്ട് എന്നതുകൂടി തിരിച്ചറിയണം. ഈ ഒരു അനാലിസിസും കൂടി നടക്കണം. നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിവിനുള്ള അവസരമായി മാറണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് വാഷിങ്ങിന്റെയാണ്. നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് മാത്രമേ, ഇപ്പൊ ഫാൻ ഫൈറ്റിലൊക്കെ നമ്മൾ ഏർപ്പെടാറുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്തരം വിനോദങ്ങൾക്കൊന്നും നമ്മൾ എതിരല്ലെന്നേ. ഫാൻ ഫൈറ്റിംഗ് ഒക്കെ പറയുന്നതിലും ഉണ്ട് ഒരു ക്രിയാത്മകത. ആളുകൾ കളിയെ സംബന്ധിച്ച് എത്ര മനോഹരമായ കവിതകൾ രചിക്കുന്നു. ആളുകളുടെ സർഗാത്മകത അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇതൊക്കെ ഒറ്റയടിക്ക് ഹറാമാണെന്നും പറഞ്ഞിട്ട് മൂലക്കിരിക്കുന്നത് ഒരു യഥാർത്ഥത്തിൽ വലിയൊരു അപരാധമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഗതികളൊക്കെ നമുക്ക് ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താം. പക്ഷെ ആ ഫാൻ ഫൈറ്റ് തമ്മിലുള്ള തല്ലായാലോ, അത് പ്രധാന പ്രശ്നമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഫ്ലെക്സ് വെക്കുന്നത് ആശാസ്യമായ ഒരു നിലപാടാണ് എന്നെന്തായാലും നമുക്ക് അഭിപ്രായമില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഫ്ലെക്സുകൾ വെക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് അതിനൊരു പരിധിയൊക്കെ വേണ്ടേന്ന്. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഖുർആൻ പറഞ്ഞത് ലാ തുസ്രിഫു. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും അമിതത്വം പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ ഇത്തരം സംഗതികൾ നമ്മുടെ മൊത്തത്തിലുള്ള കേസ് അങ്ങനെയാണ്. നമുക്ക് എല്ലാ ആഘോഷവും അതിര് കടക്കാനുള്ളതാണ്. നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഏറ്റവും കൂടുതൽ ആർഭാടപൂർണമായിട്ടുള്ള വിവാഹങ്ങൾ മുസ്ലിം സമുദായത്തിലല്ലേ നടക്കുന്നത്. കല്യാണം സന്തോഷിക്കാനുള്ള സന്ദർഭമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ സകല ആർഭാടങ്ങളെയും ഒരുമിച്ച് ചേർത്തിട്ട് അത് തന്നെ മുമ്പൊക്കെ കല്യാണത്തിന്റെ ദിവസം മാത്രമാണെങ്കിൽ ഇപ്പോഴതിന് കുറേ ദിവസങ്ങളുണ്ട്. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, മെഹന്തി, ഹൽദി, കുൽദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ കാണാം. ഇതൊക്കെ കൂടി ആഘോഷിച്ചിട്ട് നമ്മൾ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് ആലോചിച്ച് നോക്കണം. ജീവിതത്തിന്റെ ആ ഒരു സന്തുലിതത്വത്തെ തന്നെ തകർക്കാണ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ഫാൻ ഫൈറ്റ്. നമ്മൾ ആലോചിക്കണം, ഒരു ടീമിന്റെ ഫാൻസ് ഒരു സംഗതി ചെയ്യുമ്പോൾ അതിനെ മറികടക്കാൻ തകാസുർ എന്ന് പറഞ്ഞാൽ അതർത്ഥം അൽഹാക്കുമുത് തകാസുർ. തകാസുറിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്ന് ദുനിയാവിനോടുള്ള ആർത്തിയാണെങ്കിൽ, രണ്ടാമത്തത് ദുനിയാവിലെ പ്രവർത്തനങ്ങളിൽ പരസ്പരം മത്സരിക്കാനുള്ള ഒരു ത്വരയാണ്. പരസ്പരം മത്സരിക്കാൻ, ഒരുത്തം വീട് വെച്ചാൽ അതിനേക്കാളും വലിയ വീട് വെക്കണം, ഇത് തകാസുറാണ്. അതുപോലെ ബ്രസീൽ ഫാൻസ് ബോർഡ് വെച്ചാൽ അതിനേക്കാളും വലിയ ബോർഡ് ഇപ്പോൾ അർജന്റീന ഫാൻസ് വെക്കണം, തകാസുറാണ്. ആ തകാസുർ നിങ്ങളെ അശ്രദ്ധരാക്കുമെന്ന് ഖുർആൻ പറയുമ്പോൾ ഈ സൂറത്ത് വായിച്ചിട്ടാണ് ലിയോപോൾഡ് വെയ്സ് എന്ന യഹൂദ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് സന്മാർഗത്തിലേക്കുള്ള വെളിച്ചം കിട്ടിയത് എന്നുകൂടി മനസ്സിലാക്കണേ. അദ്ദേഹമാണ് ലോകത്തിന് അറിയപ്പെടുന്ന പണ്ഡിതനായ മുഹമ്മദ് അസദ്.
ഈ സൂറത്ത് വായിച്ചപ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ ലോകത്തെ അസംതൃപ്തമാക്കി നിർത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ട് സംഭവം. വിശുദ്ധ ഖുർആന്റെ ഇത്തരം ഉത്ബോധനങ്ങൾ. അതോടൊപ്പം തന്നെ കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതായാണ് ഈ ബ്രെഡ് ആൻഡ് സർക്കസസ്. അത് ജുവനൽ എന്ന ഒരു ലാറ്റിൻ കവിയുടെ പ്രയോഗമാണ്. അദ്ദേഹം പഴയ റോമൻ, അദ്ദേഹം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം ഈ സറ്റയറുകളാണ് എഴുതുക. അദ്ദേഹം റോമൻ ഭരണാധികാരികൾക്കെതിരെ നടത്തിയിട്ടുള്ള സറ്റയറാണ് ഈ ബ്രെഡ് ആൻഡ് സർക്കസസ് എന്ന് പറഞ്ഞാൽ. ആളുകൾ അസ്വസ്ഥരാകുന്ന സമയത്ത് ഇഷ്ടം പോലെ തിന്നാൻ കൊടുക്കും, അല്ലാത്ത സമയത്ത് അവർ ദരിദ്രരായിരിക്കുവേ. അസ്വാസ്ഥ്യം പുകയുന്ന സമയത്ത് ബ്രെഡും ജാമും, ബ്രെഡ് എന്ന് പറഞ്ഞാൽ റൊട്ടി അല്ലെങ്കിൽ അപ്പം, അപ്പൊ ഭക്ഷണം ധാരാളമായിട്ട് കൊടുക്കും. സർക്കസസ് ഇഷ്ടം പോലെ വിനോദങ്ങളും. അതോടുകൂടി ആളുകളുടെ ശ്രദ്ധ തിരിയും. സ്പോർട്സ് വാഷിംഗ് ആണ്. അപ്പൊ ഇത്തരം പ്രവണതകൾ, അതിനകത്ത് നടക്കുന്ന കോർപ്പറേറ്റിസം, അതിലുള്ള വംശീയത, സ്പോർട്സ് വാഷിംഗ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മളെ വിമുഖരാക്കുക മുതലായിട്ടുള്ള അനാരോഗ്യപ്രദമായ ഘടകങ്ങൾ, അത് ഇവിടുത്തെ അതോറിറ്റേറിയനിസത്തെ, ഇവിടുത്തെ ഏകാധിപത്യങ്ങളെ നിലനിർത്തുന്ന ഒന്നാണ്. മൂലധന താല്പര്യങ്ങളെയും അതുപോലെ വഞ്ചനകളെയും നിലനിർത്തുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഇത് വളരെ പ്രസക്തമായ വിഷയമാണ്, കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരു പ്രവർത്തനത്തിലും അങ്ങേയറ്റം മിതത്വം കൈക്കൊള്ളുക എന്നത് മുസ്ലിം നിർബന്ധമായും പാലിക്കേണ്ടതായിട്ടുള്ള ഒരു കൽപ്പനയാണെന്ന് കാണാം. ഉമ്മത്തും വസത്ത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു എന്ത്? മിതത്വമുള്ള സമൂഹം. മിതത്വമുള്ള സമൂഹം. ഇതിനെ മറികടന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് എന്നതിനെ കുറിച്ചുള്ള വിസ്മൃതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് ചിന്തിക്കേണ്ടതാണ്. അത്തരം പ്രവണതകളിൽ നിന്ന് മുക്തരായിക്കൊണ്ട് കളി ആസ്വദിക്കുക, കവിത കേൾക്കുക, പാട്ട് കേൾക്കുക, സന്തോഷിക്കുക. സന്തോഷം നമുക്ക് എനർജി പകരും. പക്ഷെ ഒരിക്കലും നമ്മളെ അത് നമ്മുടെ രോഷത്തെ ഡിസ്ചാർജ് ചെയ്യുന്ന സ്വഭാവത്തിലാവരുത്. അതിന്റെ വേറെയും മാനങ്ങളുണ്ട്. എന്തായിരുന്നാലും ഈ സ്വഭാവത്തിൽ മിതത്വം ശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഏത് കാര്യത്തിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.